ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു വാഴക്കൊല എങ്ങനെ വെട്ടി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ചേമ്പ് കാടുമ്പോൾ 2 കിളികൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. ഇതാണ് നമ്മുടെ കൊല. അപ്പം ഇതാണ് വാഴ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം. അമ്മ ഏതാണ് വെട്ടേണ്ട വാഴ എന്ന് വെച്ചിട്ട് അതിനകത്ത് കെട്ടിയിട്ട് കയറി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അമ്മയ്ക്കൊരു സംശയം, ആ വാഴ തന്നെയാണോ കെട്ടിയിരിക്കുന്നതെന്ന് അടുത്ത് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി, അത് തന്നെയാണെന്ന് പറയണമായിരുന്നു അമ്മയടുത്ത്. അമ്മ ആ വാഴ തന്നെയാണ് അമ്മ കെട്ടിയാണ്. അമ്മ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത്, ആ വാഴ തന്നെയാണോ എന്ന്. എൻ്റെ കർത്താവേ, വന്നേ തള്ളിയാൽ മതി. വീണ് വിഡ് ലൈൻകമ്പി പൊട്ടിയാ ആരുടെ ഇത്? എനിക്ക് ലൈൻ കമ്പി കൂട്ടുന്നുണ്ട്. ആ വീട് നമ്മൾ ഏത് വാഴയാണ് വെട്ടുന്നതെന്ന് വെച്ചാൽ ആ വാഴയിൽ നമ്മൾ കയറ് കെട്ടിയിട്ട് നമ്മുടെ ഏത് സൈഡിലേക്കാണ് നമ്മൾ ആ വാഴ വീഴ്ത്തേണ്ടതെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് നമുക്ക് വാഴ ചായ്ക്കാം. അങ്ങനെയാണ് വെട്ടി പതുക്കെ ചായ്ക്കണത്. ഇപ്പോൾ ബൈപ്പാസൊക്കെ കഴിഞ്ഞിട്ട് 8-9 വർഷത്തോളമായി. പക്ഷേ എന്നാലും അമ്മയ്ക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ട് വെട്ടുകയോ അല്ലെങ്കിൽ വലിയ ഭാരമായ സംഭവങ്ങളൊക്കെ എടുക്കുകയോ ചെയ്താൽ ഇപ്പോഴും നെഞ്ചിൽ ചെറിയ വേദനയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യാറില്ല. എന്നാലും ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണമല്ലോ. അങ്ങനെ ഒരു സംഭവം അമ്മയ്ക്കുണ്ട്. അമ്മ അത് എന്തെങ്കിലുമൊക്കെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് പറയാറുണ്ട്. അറിയാമോ? അമ്മ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാനെപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ പറമ്പിലെ കുറച്ച് കാടൊക്കെ ഇങ്ങനെ വെട്ടിക്കളയും, അടുത്തോട്ട് തന്നെ കാടൊക്കെ വെട്ടിക്കളയും. ഇപ്പം അടുത്തൊക്കെ അങ്ങനെ വെട്ടിക്കണം. എൻ്റെ കൈ ശരിക്കും പെട്ടിട്ടുണ്ടല്ലാടി. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പണിക്കാരനോട് പറഞ്ഞപ്പോഴേ അയാൾ അവിടെ ചക്ക വെട്ടുന്ന സമയത്ത് വന്ന് വാഴക്കൊല വെട്ടിത്തരാന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് അമ്മയ്ക്കതൊരു ദേഷ്യമായി പോയി. അപ്പം അമ്മ അത് ചെയ്ത പണി ഞങ്ങളോട് സഹായിക്കാൻ പറഞ്ഞ് തന്നെത്താനെ കയറി വെട്ടി. അമ്മയുടെ നാട്ടിലും അമ്മയുടെ വീട്ടിലൊക്കെ അമ്മ കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. എടുക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രാക്ടീസ് ഇല്ല. അങ്ങോട്ട് പോകും. തൊട്ടപ്പുറത്തെ സൈഡിലൊരു മാവ് നിൽപ്പുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് കണ്ണിമാങ്ങ കിടപ്പുണ്ട്. അപ്പം ഞാൻ തമ്മൂൻ്റെ അടുത്ത് പറഞ്ഞു, തമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണിമാങ്ങ, ഉപ്പിലിടാൻ പറിച്ചോളൂ എന്ന് പറഞ്ഞു. മാങ്ങ പറിക്കിടാൻ ബീനു ബക്കറ്റിന് വേണ്ടി പോയേക്കാണ്. പിന്നെ അമ്മ വന്നു, വാഴക്കോലെടുത്തു, മുതുകത്തേക്ക് പൊക്കി വെക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട അങ്ങനെ ചെയ്യരുത്, വരച്ചോണ്ട് പോയാൽ മതി, ഭാരമുള്ളതാണ് എന്ന് പറയുമ്പോൾ വലിച്ചുകൊണ്ട് പോയി. പക്ഷെ ഒന്നും തിരിഞ്ഞ് നോക്കിയില്ല. ഞാൻ വിളിച്ചു അമ്മേനെ. അമ്മ അപ്പോൾ തിരിഞ്ഞ് നോക്കി. അപ്പോൾ ഞങ്ങൾ വാഴക്കൊല കൊണ്ട് വെച്ചു കേട്ടോ. ഇത് കണ്ടോ, ഈ മതിലിൻ്റെ ഒരറ്റത്ത് ഒരു ഓന്തും കുഞ്ഞ് ഇരിപ്പുണ്ട് കേട്ടോ. സാധാരണ ഓന്തല്ല, ഒരു വെളുത്ത കണ്ട ഈ കാണിച്ച് ചെയ്യിക്കുന്ന ഓന്തിനൊക്കെ എന്താ. ഓ, ഇതാണ് ഞങ്ങളുടെ ഓന്തും കുഞ്ഞിനോട് പറഞ്ഞു ഞാൻ ഈ കണ്ണിമാങ്ങ ഒന്ന് പറിച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് അപ്പുറത്ത് ഈ മാവിനാട്ടോ നമ്മൾ ആ മാങ്ങ പറിക്കുന്ന ഈ ചേതൽ പോലെ പിടിച്ചിരിക്കുന്നതുണ്ടോ, മണ്ണ് നിറയെ പുറ്റു പോലെ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നത് ഇളക്കി നോക്കിയിട്ടോ, അതിനുള്ളിൽ പ്രാണിയോ ഉറുമ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. വർഷങ്ങളായിട്ട് നിൽക്കുന്ന മാവുമേൽ ഇങ്ങനെ കാണാറുണ്ട് ഞാൻ. പിന്നെ തമ്മു മാങ്ങ പറിക്കാൻ തുടങ്ങി. അവൾക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പേടിയാവണ്, കാല് വിറയ്ക്കണം എന്നൊക്കെയാണ് അവൾ പറയണത്. അവൾക്ക് ഭയങ്കര പേടിയാണ്. ഇത് കേട്ടപ്പോൾ താൻ പറഞ്ഞാൽ നീ ഇറങ്ങ്, ഞാൻ പറിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ഒരു കൊല മാങ്ങ നിൽപ്പുണ്ട്. അപ്പോൾ അത് പറിക്കണമെന്ന് വെച്ചിട്ടിരിക്കണമെന്ന് കേട്ടോ. കാരണം അത് പറിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അത് പറിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവൾ. കുറച്ച് കണ്ണിമാങ്ങയേ ഉള്ളൂ, അത് പറിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾക്ക് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് പറിച്ചിട്ട് കേട്ടോ. ആ കൊലയിൽ നിന്നൊരു 3-4 താഴെ വീണു. പിന്നെ താൻ പറഞ്ഞു, ഇറങ്ങി ഞാനിനി പറിക്കാമെന്ന് പറഞ്ഞു. ഈ മാങ്ങ വീണതോടെ കൊതിച്ചുകൾ എല്ലാം ആദ്യമേ കടിച്ച് തിന്ന്, എന്നിട്ട് കൈ നീട്ടി ബാക്കി മാങ്ങ കൂടി കടിച്ച് പറിച്ച്
കൊതിച്ചുകൾ എല്ലാം കൂടി തിന്നു തുടങ്ങി. നമുക്കിങ്ങനെ കാണുമ്പോൾ വായിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വന്നില്ലേ? എനിക്ക് ഭയങ്കര കൊതിയാട്ടോ. നമ്മൾ പുളിയും മാങ്ങയൊക്കെ തിന്നുമ്പോൾ നമുക്കൊരു വായിൽ വെള്ളം വരില്ലേ? അങ്ങനെയുള്ള സംഭവമുണ്ട്. പിന്നെ തന്നെ പറിക്കാൻ കയറി മാങ്ങ പറിക്കുന്നതെല്ലാം നമ്മുടെ കൃത്യമായിട്ട് റോഡിലേക്ക് തന്നെ അവൾ ഇടുന്നുണ്ട്. പക്ഷേ തമ്മു പറിച്ചപ്പോൾ കുറച്ചൊക്കെ അപ്പുറത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. തന്നെ പറിക്കണ കൃത്യമായിട്ട് ഇപ്പുറത്ത് തന്നെ വീണു. അതിനകത്ത് തമ്മു ചോദിക്കുന്നുണ്ട്, എൻ്റെ കാല് വിറക്കണില്ലേടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിറപ്പിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനാണ് ഞങ്ങൾ ചിരിച്ചത്. ഇത് ഞങ്ങൾ പറിച്ച മാങ്ങയാണ്. ഇത്രയും മാങ്ങയാണ് ഞങ്ങൾ പറിച്ചത്. ഇത് ഞങ്ങൾ ഉപ്പിലിടും. പിന്നെ ഇത് നമ്മുടെ വാഴക്കൊല. ഇത് നല്ല ടേസ്റ്റുള്ള പഴമാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. ഇതിൻ്റെ തണ്ടിന് ഇത്രയും നീട്ടം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നീട്ടമുള്ള തണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂമ്പ് പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും തണ്ടിന് നീട്ടം വന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.